ഹലോ, യാൺസ് വാങ്ങുമ്പോൾ നിങ്ങൾക്ക് ഇത്രയും ഷേപ്പിലായിരിക്കും യാൺസ് കിട്ടുക. അപ്പോൾ ഫസ്റ്റ് പറയുന്നത് ഇങ്ങനെ ഒരു ബോൾ ഷേപ്പ്. ഓക്കെ, ഇത് മെഷീൻ വൈൻഡ് ആയിട്ടുള്ള യാണാണ്. പിന്നെ അതുപോലെ ഒരു ബോൾ ഷേപ്പ് വേറെ കിട്ടുന്നതാണ് ഈ ഒരു ഷേപ്പിൽ. ഓക്കെ, ഇങ്ങനെ രണ്ട് ഷേപ്പിലാണെങ്കിലും നിങ്ങൾക്ക് രണ്ട് സ്റ്റാർട്ടിംഗ് പോയിന്റ് ഉണ്ടാവും. ഒന്ന് ഈ ഒരു സെൻറ്ററിൽ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഉണ്ടാവും, അതുപോലെ ഈ ഒരു സൈഡിലും സ്റ്റാർട്ടിംഗ് പോയിന്റ് ഉണ്ടാവും. ഇവിടെ കറക്റ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ട് സ്റ്റാർട്ട് ഹിയർ, അപ്പോൾ ഇത് സെൻറ്ററിലുള്ളതാണ്. അതുപോലെ ഈ ഒരു സൈഡിലും ഇതിനൊരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ഉണ്ടാവും. ഇങ്ങനത്തെ ടൈപ്പ് യാൺസിനും അതുപോലെ തന്നെ ഈ ഒരു സെൻറ്ററിൽ ഇവിടെയും സ്റ്റാർട്ടിംഗ് പോയിന്റ് ഉണ്ടാവും, ഈ ഒരു സൈഡിലും സ്റ്റാർട്ടിംഗ് പോയിന്റ് ഉണ്ടാവും. ഓക്കെ, പിന്നെ അവൈലബിൾ ആയിട്ടുള്ള യാണാണ് ഇങ്ങനത്തെ യാൺ കേക്ക്സ്. ഇതിന് യാൺ കേക്ക് ഈ ഷേപ്പിൽ തന്നെ വേറെയും ഒരു യാൺ കേക്ക് കിട്ടും. ഇതിൽ സെൻറ്ററിൽ ഇങ്ങനെ ഒരു ബോർഡ് ഉണ്ട്. അപ്പോൾ ഇതില്ലാതെയും കംപ്ലീറ്റ്ലി യാൺ വൈൻഡ് ചെയ്തിട്ടും യാൺ കേക്ക്സ് ആക്കിയിട്ട് കിട്ടും. എനിക്ക് തോന്നുന്നത് ഇത് കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലുണ്ട്, അപ്പോൾ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൽ നിന്നും ഡയറക്റ്റ്ലി നിങ്ങൾക്ക് ഇതിൽ സൈഡിൽ കണ്ടില്ലേ, ഇതുപോലെ സൈഡിൽ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ഉണ്ടാവും. അപ്പോൾ ഈ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് വെച്ചിട്ട് ഇത് ഇങ്ങനെ തന്നെ ചെയ്തു തുടങ്ങാം. ഇത് ഇതുപോലെ ബോളാക്കി വൈൻഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്കിത് ക്രോഷ്യ ചെയ്യാൻ അല്ലെങ്കിൽ അമ്മിഗുരുമി ചെയ്യാൻ യൂസ് ചെയ്യും. അല്ലെങ്കിൽ ഡയറക്റ്റ്ലി ഇതിൽ തന്നെ ഇങ്ങനെ തന്നെ യൂസ് ചെയ്യാം. ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ ഒരു യാണേ കിട്ടുള്ളൂ. നെക്സ്റ്റ് കിട്ടുന്ന ഒരു യാണാണ് ഇങ്ങനെ. ഇതാണ് യാൺ ഹാങ്ക് എന്ന് പറയും. ഈ ഒരു ടൈപ്പ് ഹാങ്കിൽ രണ്ട് യാൺസ് ഉണ്ടാവും, രണ്ട് ബോൾ ഇതുപോലെ രണ്ട് ബോളാക്കാനുണ്ടാവും. അപ്പോൾ ഈ ഒരു ഹാങ്ക് കറക്റ്റ് ഇവർ ടൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ടൈല് രണ്ട് ടൈ സെപ്പറേറ്റ് ഉണ്ടാവും. അപ്പോൾ ഈ ഒരു യാണെന്ന് ഏതർ ഹാൻഡ് വൈൻഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ മെഷീൻ വൈൻഡ് ചെയ്തിട്ട് ഇതുപോലെ ബോളാക്കി എടുക്കണം. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഹാങ്കിന്ന് ഞാൻ ഒരു ബോളാക്കി എടുത്തതാണ് ഈ ഒരു കളറ്. ഇങ്ങനത്തെ രണ്ട് ബോൾ കിട്ടും ഈ ഒരു പീസിൽ നിന്ന്. കൈ കൊണ്ടും വൈൻഡ് ചെയ്തെടുക്കാം അല്ലെങ്കിൽ മെഷീൻ കൊണ്ട് വൈൻഡ് ചെയ്തെടുക്കാം. ഇത് ഞാൻ മെഷീൻ കൊണ്ട് വൈൻഡ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. നിങ്ങൾക്ക് ഈ ഒരു ഹാങ്കിന്ന് ഇങ്ങനെ ബോൾ ആക്കുന്ന വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യാം. അപ്പോൾ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇതിൽ ഞാൻ കാണിച്ചു തരാം. ഇത് ഊരിയിട്ട് ഇതിൽ രണ്ട് സെപ്പറേറ്റ് ഈ കെട്ട് കറക്റ്റ് ശ്രദ്ധിച്ചിട്ട് തന്നെ ഊരണം. കാരണം ഇത് ട്വിസ്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ മെഷീനിൽ വൈൻഡ് ചെയ്യാൻ കഴിയില്ല. ഇത് കറക്റ്റ് ഊരിക്കഴിഞ്ഞാൽ ഓക്കെ ഇതുപോലെ എടുക്കുന്നുണ്ടാവുക. ഇതുപോലെ ഇതിൽ രണ്ട് ഹാങ്ക് ഉണ്ടാവും. ചില സൈറ്റിൽ നിന്ന് ഒരു ഹാങ്ക് മാത്രമായിട്ട് കിട്ടും, ചില സൈറ്റിൽ ഇതുപോലെ രണ്ട് ഹാങ്ക് ആയിട്ട് കിട്ടും. അപ്പോൾ അത് ശ്രദ്ധിക്കണം. നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി 1 ഹാങ്ക് ആണോ 2 ഹാങ്ക് ആണോ എന്ന് ശ്രദ്ധിച്ചിട്ട് വാങ്ങാം. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഒരു വലിയൊരു റോളാണ് ഉണ്ടാവുക. അപ്പോൾ ഈ റോള് ട്വിസ്റ്റ് ചെയ്യാതെ ഇങ്ങനെ തന്നെ യൂസ് ചെയ്യണം. അതും അതുപോലെ ഈ ഒരു ഹാങ്കും ഇത് കറക്റ്റ് കെട്ട് കുടുങ്ങാതെ ഇങ്ങനെ തന്നെ കറക്റ്റ് എടുത്ത് വെക്കണം. അപ്പോൾ ഇത് ഞാൻ കൂടുതൽ മെഷീൻ കൊണ്ടാണ് വൈൻഡ് ചെയ്യല്. അപ്പം മെഷീൻ കൊണ്ട് വൈൻഡ് ചെയ്താൽ ഈ ഒരു ടെക്സ്ചർ ഉണ്ട്. അപ്പം ഇങ്ങനെ ചെയ്താൽ മാത്രമേ ഈ ഒരു ഹാങ്ക് നമുക്ക് യൂസ് ചെയ്യാൻ കഴിയുള്ളൂ. ഇങ്ങനെ ബോളാക്കി എടുത്താലും ഇതിനുണ്ടാവും സൈഡിലൊരു സ്റ്റാർട്ടിംഗ് പോയിന്റും സെൻറ്ററിൽ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റും ഉണ്ടാവും. അപ്പം ഇങ്ങനെ ബോളാക്കി മാത്രമേ ഈ ഹാങ്ക് യൂസ് ചെയ്യാൻ കഴിയുള്ളൂ. ബാക്കിയുള്ള ഇതൊക്കെ ഇങ്ങനെ തന്നെ നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഹാങ്കിന്ന് ബോൾ ചെയ്യുന്ന വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം. ഞാൻ അതിൻ്റെ രണ്ട് മെത്തേഡും, ഹാൻഡ് വൈൻഡ് ചെയ്യുന്ന മെത്തേഡും അതുപോലെ തന്നെ മെഷീൻ വൈൻഡ് ചെയ്യുന്ന മെത്തേഡും ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ബൈ.